ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള എസ്റ്റിമേഷൻ നോക്കാം. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രൽ ലൈൻ മെത്തേഡ് ചെയ്തിരിക്കുന്ന സെയിം ബിൽഡിങ്ങിന്റെ പ്ലാൻ തന്നെയാണ്. അപ്പോൾ അത് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ എസ്റ്റിമേഷൻ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ലോങ് വാൾസ് മാത്രം ഒരു ഗ്രൂപ്പ്, ഷോർട്ട് വാൾസ് മാത്രം ഒരു ഗ്രൂപ്പ്, അങ്ങനെ ചെയ്തിട്ടാണ്. അപ്പം ഇതിന്റെ പ്ലാൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലിങ്ങനെ 2 ലോങ് വാൾസ് ആണ് വരുന്നത് അല്ലേ, അതേപോലെ 3 ഷോർട്ട് വാളും ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും ഈ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഒരേ ലെങ്ത് വരുന്ന എത്ര ലോങ് വാൾ ഉണ്ട്, ഒരേ ലെങ്ത് വരുന്ന എത്ര ഷോർട്ട് വാൾ ഉണ്ട് എന്നാണ്. അത് നോക്കിയിട്ട് പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം 2 ലോങ് വാളും 3 ഷോർട്ട് വാളും ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. ആദ്യം ലോങ് വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ഷോർട്ട് വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ നമ്മളിതാ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് വാൾ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ലോങ് വാള്. അതേ ലെങ്ത്തിൽ തന്നെയാണ് നമുക്ക് താഴത്തെ ലോങ് വാളും ഉള്ളത്. ഇതാ ഇങ്ങനെ ഈ പച്ച ലൈനിൽ കാണിച്ചിരിക്കുന്നത് ഈ 2 ലോങ് വാൾ ആണ് നമുക്കുള്ളത്. അപ്പൊ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വാൾ ആണ്. അതായത് നമുക്കറിയാം വാളിന്റെ തിക്നെസ് 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ അതിന്റെ മിഡ് പോയിന്റിൽ കൂടി പോകും, അതായത് 15 കൂടി. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കാണുക? നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടെ വരെ 15 ഉണ്ടാവും അല്ലെ. 15 പ്ലസ് നമുക്ക് ബാക്കി ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ഈ റൂമിന്റെ ഹൊറിസോണ്ടൽ സൈസ് എന്ന് പറയുന്നത് 4 മീറ്റേഴ്സ് അല്ലേ. അപ്പൊ 15 പ്ലസ് 400 പ്ലസ് പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന ഈ വാളിന്റെ തിക്നെസ് 30 പ്ലസ് പിന്നെ അടുത്ത റൂമിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 600 പ്ലസ് ഇനി ലാസ്റ്റ് വരുന്ന വാളിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് 15. ഇത്രയായിരിക്കും എന്ത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വാൾ എന്ന് പറയുന്നത്. ഈ ഒരു സെന്റർ മുതൽ എൻഡിലുള്ള സെന്റർ ലെങ്ത് വരെയുള്ള ടോട്ടൽ സം ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ എഴുതാം ലോങ് വാൾ സെന്റർ ടു സെന്റർ ലെങ്ത് ഈക്വൽ ടു എത്രയാണ് നമുക്ക് വന്നത്? 4 മീറ്റർ ഉണ്ട് അല്ലേ. അപ്പം 4 പ്ലസ് പിന്നെ 6 മീറ്റർ ഉണ്ട് ലെങ്ത്, 6 പ്ലസ് പിന്നെ ഇടയിൽ ഒരു വാള് വരുന്നുണ്ട് 30 സെന്റിമീറ്റർ. അപ്പോൾ 0.3 പ്ലസ് ഇനി വരുന്ന എന്താ, 2 സൈഡിലുമുള്ള ആ സെന്റർ ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ. ഒന്നെങ്കിൽ നേരെ 0.3 തന്നെ എഴുതാം. ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് നോക്കുമ്പോൾ ക്ലിയർ ആവാനാണെങ്കിൽ എന്തെഴുതാം, 2 ഇൻറ്റു ഒരു വാളിന്റെ ലെങ്ത്തിന്റെ പകുതി. അപ്പൊ 2 ഇൻറ്റു 0.30 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 15 തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് എത്ര വരും? ടോട്ടൽ ഈക്വൽ ടു 10.60 മീറ്റേഴ്സ്. 10.60 മീറ്റേഴ്സ് ആയിരിക്കും നമ്മുടെ ലെങ്ത് ഓഫ് ലോങ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് വാളിന്റെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാം. ഷോർട്ട് ആൻഡ് ഇന്റർ വാൾസ് സെന്റർ ടു സെന്റർ ലെങ്ത്. സെന്റർ ടു സെന്റർ ലെങ്ത്. അപ്പൊ അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഷോർട്ട് വാളിന്റെ സെന്റർ ടു സെന്റർ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ അറിയാം നമുക്ക് 3 ഷോർട്ട് വാൾസ് ആണ് ഉള്ളത് അല്ലേ. അപ്പൊ അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം, ആദ്യം ഇപ്പോൾ ഇതിന്റെ
സെന്ററിൽ നിന്നാണ് തുടങ്ങുക അല്ലെ, ഇവിടെ നിന്നാണ് തുടങ്ങുക. അപ്പൊ അവിടുത്തെ ഒരു 15 ഉണ്ടാവും, പ്ലസ് പിന്നെ ഈ റൂമിന്റെ വെർട്ടിക്കൽ ഡയമെൻഷൻ ഒരു 600 ഉണ്ടാവും, പ്ലസ് ദാ ഈ ലാസ്റ്റ് എൻഡിൽ കാണുന്ന വാളിന്റെ പകുതി, അതും എത്ര തന്നെയാണ് 15 അല്ലേ. അത്രയുമാണ് എന്ത് ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ എന്ന് പറയുന്നത്. അപ്പോ എഴുതാം, ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ ഈക്വൽ ടു 6 പ്ലസ് ഒന്നെങ്കിൽ നേരെ 6 പ്ലസ് 0.15 പ്ലസ് 0.15 30 തന്നെ എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ 6 പ്ലസ് 2 ഇൻറ്റു 0.30 by 2 ഈക്വൽ ടു എത്രയായിരിക്കും 6.30 മീറ്റർ. അതായിരിക്കും ഷോർട്ട് വാളിന്റെ ലെങ്ത്. ഇപ്പൊ നമുക്ക് ലോങ് വാളിന്റെ ലെങ്ത്തും കിട്ടി, ഷോർട്ട് വാളിന്റെ ലെങ്ത്തും കിട്ടി. ഓക്കെ, അത് എങ്ങനെയാണെന്ന് അറിയാലോ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും ഓൾറെഡി ചെയ്തതാണ്. ഇതിന്റെ സെന്റർ മുതൽ ഇതിന്റെ സെന്റർ വരെ ലോങ് വാളിന്റെ ഡിസ്റ്റൻസ് കാണാം, ഇവിടുന്ന് സെന്റർ മുതൽ ഈ എൻഡിന്റെ സെന്റർ വരെ ഷോർട്ട് വാളിന്റെ ഡിസ്റ്റൻസും കാണാം. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് മെയിൻ എസ്റ്റിമേഷൻ ചെയ്യാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടാബുലാർ കോളം വരയ്ക്കാം. രണ്ടിന്റെയും കോളം ഒരുപോലെ തന്നെയാണ്. ഫസ്റ്റ് കോളം ഐറ്റം നമ്പർ, ദെൻ സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ് ഓഫ് ഐറ്റം, ദെൻ നമ്പർ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി ആൻഡ് എക്സ്പ്ലനേറ്ററി നോട്ട്. ഇത് തന്നെയാണ് നമ്മൾ മറ്റേ മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സെയിം മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എർത്ത് വർക്ക് എക്സ്കാവേഷൻ ആണ്. നമുക്കറിയാലോ. ഓക്കെ, അപ്പോൾ എർത്ത് വർക്ക് എക്സ്കാവേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് കോളം. എർത്ത് വർക്ക് ഇൻ എക്സ്കാവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അപ്പൊ നമുക്ക് രണ്ട് വാളിന്റെ ലെങ്ത് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലേ. ലോങ് വാളും ഉണ്ട്, ഷോർട്ട് വാളും ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് ലോങ് വാൾസ് എത്രയാണ്? 2, രണ്ടെണ്ണാണ് ഉള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം. ഓക്കെ, അപ്പൊ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എർത്ത് വർക്ക് എക്സ്കാവേഷന്റെ ലെങ്ത് ആണ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലോങ് വാളിന്റെ ലെങ്ത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോങ് വാൾ ഈക്വൽ ടു എത്രയാണ്? 10.60 മീറ്റർ. അതേപോലെ ഷോർട്ട് വാള് എത്രയാണ്? 6.30 മീറ്റർ. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ലോങ് വാളിന്റെ ലെങ്ത്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം, എർത്ത് വർക്ക് എക്സ്കാവേഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, എർത്ത് വർക്ക് എക്സ്കാവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡയമെൻഷൻ ഒക്കെ തന്നിട്ടുണ്ടല്ലേ. ഈ ഒരു വിഡ്ത്ത് 1.10 മീറ്റർ, ആ ഒരു വിഡ്ത്തിലാണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കാവേഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ ഒരു വിഡ്ത്തിലാണ് പോണേന്ന് വിചാരിച്ചോ. നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തത് ലോങ് വാളിന്റെ സെന്റർ ടു സെന്റർ ലെങ്ത് ആണ്. അപ്പൊ ആ ഒരു ലെങ്ത്തിൽ എക്സ്കാവേഷൻ പോകുന്നുണ്ട്. ഇനി നോക്കേണ്ട കാര്യം എന്താ, ദാ ഇവിടെ നമുക്ക് ഒരു പോർഷൻ വരുന്നുണ്ട് അല്ലെ. ദാ ഇവിടെ ഇത്രയും പോർഷൻ നമുക്ക് നമ്മുടെ ലെങ്ത്തിൽ പെട്ടിട്ടില്ല. നമ്മൾ സെന്റർ ടു സെന്റർ ലെങ്ത് അല്ലേ കാൽക്കുലേറ്റ് ചെയ്തേ. അതേപോലെ ഈ എൻഡിലും എന്തുണ്ട്, ഒരു സിമിലർ പോർഷൻ ഉണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ നമ്മളെ സെക്ഷൻ നോക്കി പറയുകയാണെങ്കിൽ ഇതിപ്പോ ഫസ്റ്റ് വാളിന്റെ സെക്ഷൻ ആണ്. പിന്നെ അങ്ങേ അറ്റത്ത് അടുത്ത വാളും വരുന്നുണ്ട്. നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ, ഇതിന്റെ ഈ ഒരു സെന്റർ മുതൽ ഇതിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. ശരിക്കും എക്സ്കാവേഷൻ എങ്ങനെയുണ്ട്, എർത്ത് വർക്ക് എക്സ്കാവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്കും പോയിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിലേക്കും പോയിട്ടുണ്ട്. ആ വാല്യൂ നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. എങ്കിലാണ് എന്ത് പറ്റുള്ളൂ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ലെങ്ത് ഓഫ് ലോങ് വാൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, L ഈക്വൽ ടു, ഇപ്പോൾ
10.60 ആണ് സെന്റർ ടു സെന്റർ ലെങ്ത്. അത് പ്ലസ് എന്ത് ചെയ്യണം, നമ്മുടെ രണ്ട് സൈഡിലേക്കുള്ള ആ ഒരു ലെങ്ത്തും കൂടി സം ചെയ്യണം അല്ലേ. അപ്പൊ നമുക്കറിയാം നമ്മുടെ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ബ്രെഡ്ത്ത് ആണ് 110 അല്ലേ. അപ്പൊ അതിന്റെ പകുതി വരെ എന്ത് വന്നിട്ടുണ്ട്, ഈ ഒരു ലെങ്ത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഇത്രയും പോർഷൻ ആണ് വരാനുള്ളത്. മീൻസ് 55. സെന്റർ മുതൽ ഈ എൻഡ് വരെ 55 ഉണ്ട്. അതേപോലെ എന്തുണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഇതിന്റെ സെന്റർ മുതൽ ഇവിടെ വരെ 55 ഉണ്ട്. 55ഉം 55ഉം കൂട്ടിയാൽ നമുക്ക് 110 തന്നെയാണ് കിട്ടുക. അപ്പോൾ ലെങ്ത് ഓഫ് ലോങ് വാൾ ഈക്വൽ ടു 10.60 പ്ലസ് 1.10 ഈക്വൽ ടു 11.70 മീറ്റേഴ്സ്. അത്രയായിരിക്കും എന്ത് ലെങ്ത്. അപ്പോൾ അതിവിടെ എഴുതാം 11.70 മീറ്റർ. ഇനി ബ്രെഡ്ത്ത് ഹൈറ്റ് ഒക്കെ നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ടല്ലോ. എക്സ്കാവേഷന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു ബ്രെഡ്ത്ത് അതല്ലേ മാക്സിമം, ആ ഒരു ബ്രെഡ്ത്തിലായിരിക്കും നമ്മൾ എക്സ്കാവേഷൻ ചെയ്യുന്നത്. അപ്പോൾ 1.10 മീറ്റർ. അതിന്റെ ഹൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എർത്ത് വർക്ക് എക്സ്കാവേഷൻ എന്ന് പറയുമ്പോൾ ഈ ഗ്രൗണ്ട് ലെവൽ മുതൽ താഴെ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടും അല്ലേ. ഇപ്പൊ ഡ്രോയിങ്ങിൽ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവല്. ഇവിടുന്ന് താഴെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഓരോ ഫൂട്ടിങ്ങിന്റെയും ഡെപ്ത്, ഇത് ഓരോന്നിന്റെയും 10 വെച്ചിട്ട് നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട്. ഇതിന്റെ ഡെപ്ത് 20 ആണ് ആൻഡ് ഇതിന്റെ ഡെപ്ത് 30 ആണ്. അങ്ങനെ മൊത്തം നമുക്ക് വരുന്നത് എത്രയാണ്, 1 മീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് 1 മീറ്റർ. ഇനി ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും 25.74 ക്യൂബിക് മീറ്റേഴ്സ്. ഓക്കെ, അത്രയാണ് നമ്മുടെ ക്വാണ്ടിറ്റി. യൂണിറ്റ് എഴുതാൻ വിട്ടുപോകരുത്. ഇനി അതേപോലെ നമ്മൾ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഷോർട്ട് വാൾ ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ നമ്പർ ഓഫ് ഷോർട്ട് വാൾസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, ഷോർട്ട് വാളിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഷോർട്ട് വാളിന്റെ ലെങ്ത് വേണം ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഫിഗർ എടുക്കാം. ഇനി നമുക്ക് നോക്കാം. ഷോർട്ട് വാളിന്റെ എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയാൽ നമ്മൾ ലോങ് വാളിന്റെ ഓൾറെഡി ചെയ്തു അല്ലേ. അപ്പൊ ലോങ് വാൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വിഡ്ത്തിൽ എന്ത് പോയി, എക്സ്കവേഷൻ പോയിട്ടുണ്ട് ഇപ്പൊ തന്നെ. അതിന്റെ കളർ ഞാൻ മാറ്റി കാണിച്ചു തരാം. ഈ കളറിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ രണ്ടിടത്തും എന്ത് പോയി, ആ ഒരു 110 വിഡ്ത്തിൽ എക്സ്കാവേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോർട്ട് വാൾ ആണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേ, നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഷോർട്ട് വാളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സെന്റർ ടു സെന്ററാ അല്ലേ. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ അറിയാം രണ്ട് സൈഡിലും എന്ത് പറ്റി, ഇത്രയും പോർഷൻ, അതായത് ഈ സെന്റർ മുതൽ ഇവിടെ വരെയുള്ള ഈ പോർഷൻ എക്സ്കാവേറ്റ് ചെയ്ത് പോയി ലോങ് വാളിന്റെ കൂട്ടത്തിൽ അല്ലേ. നമ്മൾ ഷോർട്ട് വാളിന്റെ ഡിസ്റ്റൻസ്, സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഇവിടെ വരെ വരുമായിരുന്നു. പക്ഷെ നമ്മൾ ലോങ് വാളിന്റെ എക്സ്കാവേഷൻ ചെയ്യുമ്പം ഇത്രയും പോർഷൻ എന്തായിട്ടുണ്ട്, ലോങ് വാളിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ ഇവിടെ വരെയുള്ള ലെങ്ത് എടുത്ത ക്വാണ്ടിറ്റി എക്സസ് ആയി പോവും അല്ലേ. അപ്പം ഇത്രയും ഒരു ലെങ്ത് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. എങ്കിലാണ് പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമല്ലേ എക്സ്കാവേറ്റ് ചെയ്യണ്ടു, ക്ലിയർ ആവൂലേ അത്. അതായത് ഇത്രയും പോർഷൻ ഓൾറെഡി ലോങ് വാളിൽ എക്സ്കാവേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും ലെങ്തേ ഷോർട്ട് വാളിന്റെ എക്സ്കാവേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ബാക്കി വരുന്ന ഈ ഒരു ലെങ്ത് ലോങ് വാളിൽ പോയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ അത് മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ എന്ന് പറയുമ്പോൾ ഷോർട്ട് വാളിന്റെ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് 6.30 മൈനസ് എന്ത് ചെയ്യണം, 1.10 ചെയ്യണം. ഓക്കെ, അപ്പൊ ഈക്വൽ ടു നമുക്ക് 5.20 മീറ്റേഴ്സ് കിട്ടും. അതെങ്ങനെയാ വന്നതെന്ന് ക്ലിയർ ആണല്ലോ. അതായത്
ഒന്നും കൂടി പറയാം, ഇവിടെ ലോങ് വാൾ ഉണ്ട്, ഇവിടെ ലോങ് വാൾ ഉണ്ട്. രണ്ടിലും ഈ 110 mm വിഡ്ത്തില് എക്സ്കാവേറ്റ് ചെയ്ത് പോയി. അപ്പൊ ഷോർട്ട് വാളും നമ്മൾ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പൊ അതാ ഇത്രയും ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോങ് വാളിന്റെ കൂടെ പോയിരിക്കുകയാണ്. ഇപ്പൊ ഷോർട്ട് വാളിന്റെ സെന്റർ മുതൽ ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് എക്സ്കാവേഷൻ എന്താണെങ്കിലും ഷോർട്ട് വാൾ ചെയ്തപ്പോൾ ആ കൂട്ടത്തില് എടുത്തു പോയത് കൊണ്ട് നമുക്കിനി ഇവിടെ മുതലേ ഉള്ള ലെങ്ത് ആവശ്യമില്ല. ഓൾറെഡി ഇത് ലോങ് വാളിൽ വന്നുപോയി. അപ്പൊ നമുക്ക് എന്തേ വേണ്ടു, അവിടെ മുതൽ ഇവിടെ വരെയുള്ള ആ ഒരു റിമൈനിങ് ലെങ്തേ വേണ്ടുള്ളൂ. അപ്പൊ ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ അത് 110 അല്ലേ, അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് വാളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും ലെങ്ത് എടുത്ത് എഴുതാം, 5.20 മീറ്റർ. ആൻഡ് അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.10 മീറ്റർ ആൻഡ് ഹൈറ്റ് 1 മീറ്റർ. സോ ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു 17.16 ക്യൂബിക് മീറ്റേഴ്സ്. ഇത്രയായിരിക്കും ഷോർട്ട് വാളിന്റെ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് ക്വാണ്ടിറ്റിയും കൂടി സം ചെയ്തിട്ട് എഴുതാം. സോ അത് 42.90 ക്യൂബിക് മീറ്റർ ആണ്. ഈ സെയിം വാല്യൂ തന്നെയാണ് നമ്മൾ സെന്റർ ലൈൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എർത്ത് വർക്ക് എക്സ്കാവേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ആണ് അല്ലെ. അതായത് ദിസ് വൺ, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, അതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. ഡിസ്ക്രിപ്ഷൻ എഴുതാം, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. സെയിം നമ്മൾ ലോങ് വാളും ഷോർട്ട് വാളും കൺസിഡർ ചെയ്യാം. ലോങ് വാള് നമുക്ക് 2 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്കറിയാലോ എക്സ്കവേഷൻ ചെയ്യുന്ന സെയിം ലെങ്തിലായിരിക്കും എന്തും പോകുന്നത്, ഈ ഒരു ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷനും പോകുന്നത് അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. ഈ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ഏറ്റവും ബേസ്മെന്റിലുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ലൈം കോൺക്രീറ്റ് കൊടുക്കുന്നതാണ്. അത് ആ ഫുൾ ലെങ്ത്തിൽ കൊടുക്കും. അപ്പൊ ആ സെയിം ലെങ്ത് തന്നെ ആയിരിക്കും വരിക. എന്തേ വ്യത്യാസമുള്ളൂ, ഹൈറ്റ് മാത്രം. കാരണം ഇത്രയും ഹൈറ്റ് അല്ലേ ലൈം കോൺക്രീറ്റിനുള്ളൂ. എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴെ വരെ. പിന്നെ ഓരോരോ ഫൂട്ടിങ്ങിന്റെ സെപ്പറേറ്റ് എടുത്ത് ചെയ്യുമ്പോൾ അതിന്റെ മാത്രം വിഡ്ത്ത് ഹൈറ്റ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 11.70 തന്നെയാണ്. ഹൈറ്റ് 1.10 ആണ്. സോറി, ബ്രെഡ്ത്ത് ഹൈറ്റ് 1.10 ആണ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.3 meters. So quantity equal to 7.72 cubic meters. അതേപോലെ തന്നെയാണ് ഷോർട്ട് വാളിനും. നമ്പേഴ്സ് 3 ആണ്. ലെങ്ത് 5.20 മീറ്റർ, ബ്രെഡ്ത്ത് 1.10 മീറ്റർ ആൻഡ് ഹൈറ്റ് 0.30 മീറ്റർ. And quantity 5.15 cubic meters. ഇനി എന്ത് ചെയ്യുക, രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ സം കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 12.87 cubic meters. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേറ്ററി നോട്ടിൽ നമുക്ക് എഴുതാം ലെങ്ത് സെയിം ആസ് length same for excavation. ഓക്കെ, അത് മതി. നമ്മൾ എക്സ്കവേഷന്റെ സെയിം ലെങ്ത് തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ആണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് in 1:6 cement mortar in foundation and plinth അല്ലെ. അതായത് നമ്മുടെ ഈ ഓരോരോ സ്റ്റെപ്പ് ഫൂട്ടിങ്ങിന്റെയും ക്വാണ്ടിറ്റി ആണ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ലോങ് വാൾ എന്ന് എഴുതാം, ലോങ് വാളിന്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഷോർട്ട് വാൾ എന്ന് എഴുതാം, ഷോർട്ട് വാൾസിന്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലോങ് വാൾസ് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ലോങ് വാളിന്റെ ഫസ്റ്റ് ഫൂട്ടിംഗ് ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോണേ. അപ്പൊ ലോങ് വാളിന്റെ എല്ലാം നമ്പേഴ്സ് എത്രയാണ്, 2 ആണ് അല്ലെ. ഇനി നമുക്ക് ഫസ്റ്റ് ഫൂട്ടിംഗ് എടുക്കാം.
സോ നമ്മൾ ഫിഗർ എടുക്കുവാണെങ്കിൽ ഈ ഡയമെൻഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇതാണ്, ദിസ് വൺ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫൂട്ടിങ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിനി എഴുതാം. അപ്പൊ ഫസ്റ്റ് ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ലെങ്ത് ആണ്. നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ അല്ലെ, ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഇത്രയും പോർഷൻ 55 ആണ് കൂട്ടിയതെങ്കിൽ ഇപ്പൊ നമ്മൾ ലോങ് വാളിന്റെ ലെങ്ത് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ സൈഡിലും ഇത്രയും പോർഷൻ വരുന്നുണ്ട്, ഇങ്ങേ സൈഡിലും ഇത്രയും പോർഷൻ വരുന്നുണ്ട്, സെന്ററിൽ നിന്ന് അപ്പുറത്തേക്ക്. അപ്പൊ അത് നമ്മൾ സം ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോ എഴുതാ, എക്സ്പ്ലനേറ്ററി നോട്ടിന്റെ അവിടെ എഴുതാ L is equal to 10.60 ആണ് ലോങ് വാളിന്റെ ലെങ്ത്, പ്ലസ് എത്രയായിരിക്കും? ഇപ്പൊ ഫസ്റ്റ് ഫൂട്ടിംഗ് അല്ലേ പറഞ്ഞത്, നമ്മുടെ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 80 ആണ്, റൈറ്റ്? ഇതാ 80 സെന്റിമീറ്റേഴ്സ് ആണ് അതിന്റെ ഈ ഒരു വിഡ്ത്ത്. അപ്പോ ഈ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിൽ നിന്ന് ഇപ്പുറത്തേക്ക് എത്ര വരും? ഇപ്പുറത്തേക്ക് ഇവിടെ 40 ഉണ്ട്, അതേപോലെ ഈ സൈഡിൽ നിന്നും ഇവിടുന്ന് ഇവിടെ വരേക്കും 40 ഉണ്ട്, രണ്ടും കൂടി കൂട്ടുമ്പോൾ 80. അപ്പൊ ലെങ്ത് ഇസ് ഈക്വൽ ടു 10.60 പ്ലസ് 0.80 ഈക്വൽ ടു 11.40 മീറ്റർ. അതായിരിക്കും ഇവിടുത്തെ ലെങ്ത്, 11.40 മീറ്റർ. അതിന്റെ ബ്രെഡ്ത്ത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു 0.80 മീറ്റർ, ആൻഡ് അതിന്റെ ഹൈറ്റ് 20 mm ആണ്, 0.20 മീറ്റർ. സോ ദ ക്വാണ്ടിറ്റി ഈക്വൽ ടു 3.65 ക്യൂബിക് മീറ്റേഴ്സ്. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ സെക്കൻഡ് ഫൂട്ടിങ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് എടുക്കുമ്പം ലെങ്ത് ഈക്വൽ ടു 10.60 പ്ലസ് എന്ത് വരും? നമ്മുടെ സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 70 ആണ്. അപ്പൊ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇപ്പുറത്തേക്കും 35 ഉണ്ട്, അപ്പുറത്തെ സൈഡിലും 35 ഉണ്ട്, രണ്ടും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് 70 തന്നെ കിട്ടും. അപ്പൊ 0.70 ഈക്വൽ ടു 11.30 മീറ്റേഴ്സ്. അപ്പൊ അത് ഇപ്പുറത്തേക്ക് മാറ്റി ചെയ്ത 11.30 മീറ്റർ, ബ്രെഡ്ത്ത് എത്രയാ? 70. 0.70 ആൻഡ് അതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 10 സെന്റിമീറ്റർ ആണ്, 0.10 മീറ്റർ. സോ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു 1.58 ക്യൂബിക് മീറ്റേഴ്സ്. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ തേർഡ് ഫൂട്ടിങ് എടുക്കാം. അപ്പൊ നമ്മൾ ഫിഗർ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ തേർഡ് ഫൂട്ടിങ്. ഇപ്പൊ തേർഡ് ഫൂട്ടിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 60 ആണ്. തേർഡ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് 60 ആയിരുന്നു. അപ്പോ ഈ സെന്ററിൽ നിന്ന് ഇപ്പുറത്തേക്കും 30 ഉണ്ട്, ഇപ്പുറത്തേക്കും 30 ഉണ്ട്, ഇപ്പൊ ടോട്ടൽ 60 തന്നെ. അപ്പോ ലെങ്ത് ഈക്വൽ ടു 10.60 പ്ലസ് 0.60 ഈക്വൽ ടു 11.20 മീറ്റേഴ്സ്. ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം, 11.20 മീറ്റർ, ബ്രെഡ്ത്ത് 0.60 മീറ്റർ, ആൻഡ് അതിന്റെ ഹൈറ്റ് 0.10 മീറ്റർ, ആൻഡ് ക്വാണ്ടിറ്റി ഈക്വൽ ടു 1.34 ക്യൂബിക് മീറ്റേഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഫോർത്ത് ഫൂട്ടിങ്ങിന്റെയും കാൽക്കുലേറ്റ് ചെയ്യാം. L is equal to 10.60 പ്ലസ് ഫോർത്ത് ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. ഓൾറെഡി ഫിഗറിൽ ഗിവൺ ആണ്, ഞാൻ ഇനിയും കാണിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി വരച്ച ഫിഗർ അല്ലേ. 0.50 ഈക്വൽ ടു 11.10 മീറ്റേഴ്സ്. ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. 11.10 ഇൻറ്റു 0.50 ഇൻറ്റു 0.10 ഈക്വൽ ടു 1.11 ക്യൂബിക് മീറ്റേഴ്സ്. ഓക്കെ, ഇനിയുള്ളത്
നമ്മുടെ പ്ലിന്ത് വാളിന്റെ ആണ് ഇനി അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലെങ്ത് ഈക്വൽ ടു 10.60 പ്ലസ് 40 അല്ലേ? പ്ലിന്ത് വാളിന്റെ 40 ആയിരുന്നു വിഡ്നസ്. അപ്പം 0.40 ഈക്വൽ ടു 11 മീറ്റേഴ്സ്. പ്ലിന്ത് വാള് അറിയാലോ അല്ലെ? നമ്മുടെ ഫിഗറിൽ ഇതാണ് നമ്മുടെ പ്ലിന്ത് വാള്. അപ്പം ഇങ്ങോട്ടേക്കും ഒരു 20 ഉണ്ട്, ഇങ്ങോട്ടേക്കും ഒരു 20 ഉണ്ട്. സോ ടോട്ടൽ ഈക്വൽ ടു 40. പിന്നെ നോക്കേണ്ടത് നമ്മൾ പ്ലിന്ത് വാളിന്റെ ഹൈറ്റ് ആണ്. അതും നമുക്ക് ഫിഗറിൽ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ലെവൽ മുതൽ ഇവിടെ വരെ 20യും ഇവിടുന്ന് ഫ്ലോർ ലെവൽ വരെ 60യും. അപ്പൊ ടോട്ടൽ 80. ഇവിടെ നമുക്ക് ഫിഗറിൽ തന്നിട്ടില്ലേ? 60 പ്ലസ് 20 ഈക്വൽ ടു 80. അപ്പൊ പ്ലിന്ത് വാള് കൊടുക്കുക 11 മീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് 0.40 മീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാ? 80 സെന്റിമീറ്റർ, 0.80. So total quantity equal to 7.04 cubic meters. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫുൾ ലോങ് വാളിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ ഇനി എന്ത് ചെയ്യുക? ഷോർട്ട് വാളിന്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ ഷോർട്ട് വാളിന്റെ എല്ലാം നമ്പേഴ്സ് നമുക്കറിയാം 3 ആണ് അല്ലെ? ഇപ്പൊ ഷോർട്ട് വാളിന്റെ നമ്പേഴ്സ് കൊടുക്കാം. ഇനി ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഷോർട്ട് വാളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഫൂട്ടിംഗ് ചെയ്യുമ്പോൾ എന്താണ്? ലെങ്ത് ഇസ് ഈക്വൽ ടു ഷോർട്ട് വാളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6.30 ആയിരുന്നു. അപ്പൊ 6.30 മൈനസ് വരും അല്ലെ? മൈനസ് 0.80 ഈക്വൽ ടു 5.50 മീറ്റേഴ്സ്. മൈനസ് വന്നത് എന്തുകൊണ്ടാന്ന് അറിയാലോ? നമ്മൾ നേരത്തെ എക്സ്കാവേഷൻ ചെയ്തപ്പോ വരച്ച് കാണിച്ചു തന്നില്ലായിരുന്നോ? ആ സെയിം കണ്ടീഷൻ തന്നെ. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പം ഫസ്റ്റ് എർത്ത് വർക്ക് എക്സ്കാവേഷൻ കഴിഞ്ഞു, അപ്പൊ ബാക്കിയുള്ള ലെങ്ത് എടുത്താൽ മതി. ഇനി അതേപോലെ തന്നെയാണ് ഇപ്പൊ ഫസ്റ്റ് ഫൂട്ടിങ് ഇവിടെ ഉണ്ട് അല്ലെ? ഇപ്പൊ ഇവിടെ മുതല് ഇവിടെ വരെയും ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഷോർട്ട് വാളിന്റെ ഡിസ്റ്റൻസ് വരുമ്പോ എന്ത് പറ്റി? ഇതേപോലെ തന്നെ ഓരോരോ ലോങ് വാളില് ഓൾറെഡി അത്രയും പോർഷൻ വന്നു പോയേക്കുന്ന കാരണം ആ ഒരു പോർഷൻ മൈനസ് ചെയ്തിട്ട് ഈ ഉള്ളിലുള്ള ലെങ്ത് ആണ് ഷോർട്ട് വാളിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം ഇങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് വാളിന്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ 5.50 ആണ്. 5.50 meters into 0.80 into 0.20 equal to 2.64 cubic meters. ബാക്കിയെല്ലാം സെയിം തന്നെ, നമുക്കറിയാലോ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം. ഇനി ഇതേപോലെ സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത്തും എന്താണ്? ലെങ്ത് ഇസ് ഈക്വൽ ടു 6.30 മൈനസ് 70 സെന്റിമീറ്റർ അല്ലേ വരുന്നത്? അപ്പം 0.70 ഈക്വൽ ടു 5.60 മീറ്റേഴ്സ്. അതിപ്പുറത്തേക്ക് എഴുതാം. 5.60 മീറ്റർ ഇൻറ്റു 0.70 മീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ ആണ് തിക്നെസ്. അപ്പൊ 0.10 മീറ്റർ ഈക്വൽ ടു 1.18 ക്യൂബിക് മീറ്റേഴ്സ്. ഇതേപോലെ തേർഡ് ഫൂട്ടിങ്ങും ചെയ്യുമ്പം ലെങ്ത് ഇസ് ഈക്വൽ ടു 6.30 മൈനസ് 0.60 ഈക്വൽ ടു 5.70 മീറ്റർ. ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. 5.70 മീറ്റർ ഇൻറ്റു 0.60 മീറ്റർ ഇൻറ്റു 0.10 മീറ്റർ ഈക്വൽ ടു 1.03. ഇനി അടുത്തത് 1.03 ക്യൂബിക് മീറ്റേഴ്സ്. ഇനി അതേപോലെ ഫോർത്ത് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് ഈക്വൽ ടു 6.30 മൈനസ് 0.50 ഈക്വൽ ടു എത്ര വരും? 5.80 മീറ്റേഴ്സ്. അപ്പൊ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. 5.80
into 0.50 into 0.10 equal to 0.87 cubic meters. ഇനി ലാസ്റ്റ് വൺ പ്ലിന്ത് വാൾ എബവ് ഫൂട്ടിംഗ്. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ലെങ്ത് ഇസ് ഈക്വൽ ടു 6.30 minus 0.40 equal to 5.90 meters. Then quantity 5.90 meter into 0.40 meter into 0.80 meters. അപ്പോൾ total quantity equal to 5.66 cubic meters. Okay. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാ ഫുൾ ലോങ് വാളിന്റെ ക്വാണ്ടിറ്റിയും ഷോർട്ട് വാൾസിന്റെ ക്വാണ്ടിറ്റിയും കിട്ടി. എല്ലാം കൂടി കൂട്ടിയിട്ട് സം ചെയ്യുക. 26.10 ക്യൂബിക് മീറ്റേഴ്സ് ആയിരിക്കും അതിന്റെ ക്വാണ്ടിറ്റി. ഈ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് നമുക്ക് സെന്റർ ലൈൻ മെത്തേഡ് ചെയ്യുമ്പോഴും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ നോക്കി നോക്കിയാൽ മതി. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോങ് വാൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? കറക്റ്റ് ആയിട്ട് ലോങ് വാളിന്റെയും ഷോർട്ട് വാളിന്റെയും സെന്റർ ടു സെന്റർ ലെങ്ത് കാണുക, നമ്പേഴ്സ് എടുക്കുക. അപ്പൊ ലോങ് വാൾ ആവുമ്പോൾ അതിന്റെ കൂടെ രണ്ട് സൈഡിലുള്ള ആ ഒരു പകുതി ഡിസ്റ്റൻസ് എക്സ്ട്രാ വരുന്നുണ്ട്, അത് കൂട്ടണം. ഷോർട്ട് വാളിൽ നിന്നാവുമ്പോൾ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യണം. കാരണം അത് ഓൾറെഡി ലോങ് വാൾ എടുത്തപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയി പോയിട്ടുള്ള കാരണം. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യണത്. ഇത് കണ്ടില്ലേ? ഇപ്പം നമ്മൾ ലോങ് വാൾ എടുക്കാൻ നേരത്ത് ആ ഒരു സെന്റർ ഡിസ്റ്റൻസിന് അപ്പുറത്തേക്കുള്ളത് പ്ലസ് ചെയ്യണം, ഷോർട്ട് വാൾ എടുക്കുമ്പോൾ അത് മൈനസ് ചെയ്യണം, എങ്കിലാണ് അത് കറക്റ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് ഫിഗർ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എന്തുകൊണ്ടാ പ്ലസ് ചെയ്തേ എന്തുകൊണ്ടാ മൈനസ് ചെയ്തേന്ന്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ലോങ് വാളിന് ഇത്രയും പോർഷൻ ഇങ്ങോട്ട് ബാക്കി വരുന്നുണ്ട് രണ്ട് സൈഡിലും. അതുകൊണ്ടാണ് രണ്ട് സൈഡിലത്തെയും പകുതി ഡിസ്റ്റൻസ് പ്ലസ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് സൈഡിലത്തെയും പകുതി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫിഗറിൽ തന്നേക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്. ഷോർട്ട് വാൾ ആവുമ്പോഴോ ഷോർട്ട് വാളിന്റെ ഇത്രയും ആ പോർഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് ലോങ് വാളിന്റെ ക്വാണ്ടിറ്റിയിൽ വന്നു പോകുന്നുണ്ട് അല്ലേ? ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സെന്റർ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ലോങ് വാളിന്റെ ക്വാണ്ടിറ്റിയിൽ വന്നു പോകുന്ന കാരണം രണ്ട് സൈഡിൽ നിന്നും എന്ത് ചെയ്യണം? ആ പകുതി ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് ഈ എൻഡ് വരെയുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പം സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് രണ്ടിന്റെയും സെന്റർ ഡിസ്റ്റൻസ് എടുക്കുമ്പം ഈ സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഫുൾ ലെങ്ത് തന്നെ വരും. അതുകൊണ്ട് അത് നമ്മൾ മൈനസ് ചെയ്യാം. അപ്പൊ അത് വിട്ടു പോരുത്. ലോങ് വാളിന്റെ കൂടെ ലെങ്ത് ഇങ്ങനെ പ്ലസ് ചെയ്യുക, ഷോർട്ട് വാളിൽ നിന്ന് ഇങ്ങനെ ലെങ്ത് മൈനസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നാലാമത്തെ ഐറ്റം DPC ആണ്, ഡാം പ്രൂഫ് കോഴ്സ്. അപ്പൊ അതും നമ്മൾ ലോങ് വാളിനും ഷോർട്ട് വാളിനും ഉള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ലോങ് വാൾ ആണ്. ലോങ് വാളിന്റെ നമ്പേഴ്സ് 2. പിന്നെ നമുക്കറിയാം നമ്മൾ DPC ചെയ്യുമ്പം പ്ലിന്ത് വാള് കൊടുത്തേക്കുന്ന ലെങ്ത് എത്രയാണോ, അതായത് പ്ലിന്ത് വാളിന്റെ മുകളിലാണ് DPC കൊടുക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. ഇതാ ഈ ഫിഗർ എടുക്കുമ്പോൾ കാണാം, പ്ലിന്ത് വാളിന്റെ മുകളിലാണ് DPC കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്ലിന്ത് വാളിന്റെ അതേ ലെങ്ത് തന്നെയായിരിക്കും എന്തും DPCക്ക് വേണ്ടിയിട്ടുള്ള ലെങ്തും. അപ്പൊ നമുക്ക് അത് തന്നെ എടുത്തെഴുതാം. ഇപ്പൊ നമ്മള് ലോങ് വാളിനാണെങ്കിൽ ലോങ് വാളിന്റെ പ്ലിന്ത് വാളിന്റെ ലെങ്ത് കിട്ടിയത് 11 ആണ് അല്ലേ? അപ്പം 11 മീറ്റർ ഇൻറ്റു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു DPCക്ക് പിന്നെ വിഡ്ത്ത് ആണുള്ളത്. അപ്പൊ വിഡ്ത്ത് നമ്മൾ പറഞ്ഞു പ്ലിന്ത് വാളിന്റെ അതേ വിഡ്ത്തിലാണ് കൊടുക്കുക. അപ്പൊ 0.40 മീറ്റർ ആൻഡ് അതിന് ഹൈറ്റ് ഉണ്ടാവില്ല. സോ ക്വാണ്ടിറ്റി ഈക്വൽ ടു 8.80 മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ ആണ് DPCന്റെ യൂണിറ്റ്. അതേപോലെ ഷോർട്ട് വാൾ എടുക്കുക. ഷോർട്ട് വാളിന്റെ നമ്പേഴ്സ് 3 ആണ്. ഷോർട്ട് വാളിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഷോർട്ട് വാളിന്റെ പ്ലിന്ത് വാളിന്റെ ലെങ്ത് എടുക്കുക 5.90 ആണ്. അപ്പം 5.90 മീറ്റർ. ബ്രെഡ്ത്ത് സെയിം തന്നെ 0.40 മീറ്റർ. ആൻഡ് DPCക്ക് നമ്മൾ ഹൈറ്റ് എടുക്കില്ല. അപ്പം ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പം എത്രയാണ്? 7.08 സ്ക്വയർ മീറ്റർ. സോ അത് രണ്ടും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ടോട്ടൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
ഓക്കെ, അത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 15.88 സ്ക്വയർ മീറ്റർ കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, DPC നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഫുൾ വാളിന്റെ താഴെയാണ് കൊടുക്കുന്നത്, വാളിന്റെ ലെങ്ത്തിന്റെ താഴെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഡോർ ഓപ്പണിങ്സിൽ നമ്മൾ എന്ത് കൊടുക്കില്ല? DPC കൊടുക്കില്ല. അത് നമ്മൾ ഓൾറെഡി സെൻട്രൽ ലൈൻ മെത്തേഡിന്റെ ആ ടോപ്പിക്കിൽ പറഞ്ഞ കാര്യം. സെയിം തന്നെയാണ്, DPCക്ക് നമ്മളിവിടെ കൊടുക്കില്ല. അപ്പം ഈ ഡോറിന്റെ ഈ വരുന്ന ഒരു ഏരിയ പോർഷൻ ഉണ്ടല്ലോ, ഡോർ ഓപ്പണിങ്ങിന്റെ ഈ ഒരു ഏരിയ, അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യല്ല, മൈനസ് ചെയ്യണം. അപ്പോൾ എന്തെടുക്കുക? ഡിഡക്ഷൻസ്, ഡോർസിൽസ് കൊടുക്കുക. നമ്പർ ഓഫ് ഡോർസ് നമുക്കറിയാം 2 ആണ്. ആൻഡ് അതിന്റെ ലെങ്ത് 1.20 മീറ്റർ ആണ്, നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് എടുത്തു പോവരുത് കേട്ടോ, കാരണം നമ്മളിപ്പോ ചെയ്യുന്നത് DPCന്റെ കേസ് ആണ്. DPCന്റെ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം സെയിം ഏരിയ തന്നെയാണ് വരിക. 0.40 മീറ്റർ ഹൈറ്റ് ഇല്ല. അപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.96 സ്ക്വയർ മീറ്റർ. സോ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഈ 15.88 മൈനസ് 0.96 ചെയ്യാം. So total quantity of DPC equal to 14.92 meter square. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലനേറ്ററി നോട്ടിന്റെ ഇവിടെ എഴുതാം. ലെങ്ത് സെയിം ആസ് ഫോർ പ്ലിന്ത് വാൾ. ലെങ്ത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലനേറ്ററി നോട്ടിൽ എഴുതണം. ഓക്കെ, ദെൻ DPC കഴിഞ്ഞാൽ ഇനി നമുക്ക് വരുന്നത് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ലൈം മോട്ടാർ ഇൻ സൂപ്പർ സ്ട്രക്ചർ അല്ലെ. അപ്പൊ അതിന്റെയും എന്ത് ചെയ്യാം? ലോങ് വാളും ഷോർട്ട് വാളും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ലോങ് വാൾ തന്നെ എടുക്കാം. ലോങ് വാളിന്റെ നമ്പേഴ്സ് 2 ആണ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലെങ്ത് ആണ്. അപ്പൊ അതാ നോക്കുക, നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ മോളിലേക്ക് വരുന്ന പോർഷൻ അല്ലേ. അപ്പോ ലോങ് വാളിന്റെ കേസിലാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അതിന്റെ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ നിന്ന് എന്താണ്, വാളിന്റെ ഇത്രയും പോർഷനും അവിടെ ഉണ്ട്, അപ്പുറത്തെ സൈഡിലും എന്താ അതേപോലെ ഇത്രയും പോർഷൻ ഉണ്ട് അല്ലെ. വാളിന്റെ തിക്നെസ്, അതാണ് സൂപ്പർ സ്ട്രക്ചർ. അപ്പൊ 15 + 15 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എഴുതാം, ലോങ് വാളിന്റെ ലെങ്ത് ഈക്വൽ ടു 10.60 പ്ലസ് 0.30. രണ്ട് സൈഡിലത്തെയും എക്സ്ട്രാ വരുന്ന വാളിന്റെ തിക്നെസ് 15 കൂട്ടുമ്പോൾ 30 കിട്ടും. Equal to 10.90 meter. So we can find the quantity 10.90 meter into wall thickness 30 അല്ലേ. അപ്പം 0.30 meter into wallന്റെ height എന്ന് പറയുന്നത് 4.20 meter. ദാ ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട് 4.20 meters. So the total quantity equal to എത്രയാണ്? 27.47 cubic meters. Then short wall, number of walls 3 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത് is equal to 6.30 മൈനസ് എന്ത് വരും? 0.30. അപ്പോൾ final length equal to 6 meters. So quantity equal to 6 meters into 0.30 into height 4.20 meter. So the total quantity equal to 22.68
cubic meters. അപ്പൊ നമുക്ക് ലോങ് വാളിന്റെയും കിട്ടി ഷോർട്ട് വാളിന്റെയും കിട്ടി. രണ്ടും കൂടി കൂട്ടി ടോട്ടൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. 50.15 ക്യൂബിക് മീറ്റേഴ്സ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന്റെ ഇങ്ങനെ വരുന്ന ഈ മുഴുവൻ ലോങ് വാളിന്റെയും മുഴുവൻ ഷോർട്ട് വാളിന്റെയും ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡോർ വരുന്നുണ്ട് അല്ലെ, ഡോറും വിൻഡോയും ഷെൽഫും വരുന്നുണ്ട്. ആ പോർഷനിൽ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സൂപ്പർ സ്ട്രക്ചറിൽ നമ്മൾ ബ്രിക്സ് ഒന്നും കെട്ടുന്നില്ല. അത് ജനലിനും വാതിലിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ആ ഏരിയ ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തതിൽ എന്തുണ്ട്, മൊത്തം ആ ഹൈറ്റിന്റെ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ വിൻഡോന്റെയും ഡോറിന്റെയും ഷെൽഫിന്റെയും ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. അപ്പോൾ അത് ഡിഡക്ട് ചെയ്യുന്നത് ഇതാ നമ്മൾ ഓൾറെഡി സെൻട്രൽ ലൈൻ മെത്തേഡില് സെയിം വാല്യൂസ് തന്നെയാണ്, സെയിം പ്ലാൻ അല്ലേ നമ്മൾ ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് പിന്നെ ഇവിടെ പറയുന്നില്ല. നമുക്കറിയാലോ ഡോർ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഡോറിന്റെ നമ്പർ എടുക്കുക, അതിന്റെ ലെങ്ത് എടുക്കുക, ബ്രെഡ്ത്ത് എടുക്കുക, ഹൈറ്റ് എടുക്കുക. അപ്പൊ ഇതിന്റെ ഒക്കെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ വാളിന്റെ അതേ തിക്നെസ്സിൽ തന്നെ ആയിരിക്കും കൊടുക്കുക. നമ്മൾ ചുമ്മാ നമ്മളിപ്പോ ഇരിക്കുന്ന റൂമിലേക്ക് നോക്കിയാൽ മതി, വാളിന്റെ ആ ഒരു ബ്രെഡ്ത്തിൽ തന്നെയാണ് അത് കൊടുത്തു പോയിരിക്കുന്നത്. പിന്നെ ഷെൽഫിന് മാത്രമാണ് ഇവിടെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഷെൽഫ് ഫുൾ വാളിന്റെ ലെങ്ത്തിൽ പോകുന്നില്ല, ഒരു 10 സെന്റിമീറ്റർ വിട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഹൈറ്റിൽ ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിൻഡൽ കൊടുക്കുന്ന കാര്യമാണ്. ലിൻഡലിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഡോർ ആണെങ്കിൽ ഒന്നും കൂടി കാണിക്കാം. ഇപ്പൊ ഡോറ് ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പൊ നമ്മുടെ 1.2 ലെങ്ത്തും 1.2 മീറ്റർ ലെങ്ത്തും 2.10 മീറ്റർ ഹൈറ്റും ഉള്ള ഡോർ ആണെങ്കിൽ അതിന്റെ മുകളിലാണ് നമ്മൾ ലിൻഡൽ കൊടുക്കുന്നത്. ഇപ്പൊ ലിൻഡൽ കൊടുക്കുമ്പോൾ എന്ത് വരും, ഒരു 15 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും ലിൻഡലിന്, ഇങ്ങോട്ട് രണ്ട് സൈഡിലേക്കും. ഇങ്ങനെയാണ് നമ്മൾ ലിൻഡൽ കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു 15 സെന്റിമീറ്റർ ഉണ്ടാവും, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു 15 സെന്റിമീറ്റർ, രണ്ട് സൈഡിലേക്കും കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പൊ ലിൻഡലിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഡോറിന്റെ ലെങ്ത്തിനോട് രണ്ട് സൈഡിലത്തെയും 15 കൂട്ടിയിട്ട് വേണം, അതായത് മൊത്തം ഒരു 30 സെന്റിമീറ്റർ കൂട്ടിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് മറന്നു പോകരുത്. ഇത് കണ്ടോ, അപ്പൊ ലിൻഡൽ ഓവർ ഡോർ എന്ന് പറയുമ്പോൾ ഈ 1.20 പ്ലസ് ഒരു 30 സെന്റിമീറ്ററും കൂടി വരുമ്പോൾ 1.5 ആവും. വിൻഡോ ഓപ്പണിംഗ് കണ്ടോ, 1 മീറ്റർ ഉണ്ടായിരുന്നത് 1.3 ആയി, ഷെൽഫും 1.3 ആയി. അപ്പൊ ലിൻഡലിന്റെ ലെങ്ത് കൊടുക്കുന്ന കാര്യത്തിൽ ആ 15 സെന്റിമീറ്റർ ബിയറിംഗ് രണ്ട് സൈഡിലുള്ളത് ആഡ് ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് വരുന്നത്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താ, നമ്മൾ ഒരേ ലെങ്ത് വരുന്ന ലോങ് വാൾസിന്റെ എണ്ണം എടുക്കുക, ഒരേ ലെങ്ത് വരുന്ന ഷോർട്ട് വാൾസിന്റെ എണ്ണം എടുക്കുക, അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ ലോങ് വാൾ എന്ന് പറയുമ്പം അതിന്റെ കൂടെ എപ്പോഴും നമ്മുടെ സെക്ഷൻ തന്നേക്കുന്ന അതിനകത്ത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എടുക്കുന്ന കാരണം അതിന്റെ ഒരു പകുതി ഡിസ്റ്റൻസ് ഏത് പെർട്ടിക്കുലർ ഓഫ് ഐറ്റം ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു പകുതി ഡിസ്റ്റൻസ് രണ്ട് സൈഡിലത്തെയും കൂട്ടാനുണ്ടാവും. ഷോർട്ട് വാൾ ആവുമ്പോൾ എന്താ, അത് ലോങ് വാളിൽ ഇൻക്ലൂഡഡ് ആയി പോയത് കാരണം അത്രയും കുറയ്ക്കാനും ഉണ്ടാവും. അത് ശ്രദ്ധിച്ചു നോക്കിയിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ്.